Everybody over here is good. Yeah. Good. I saw that one come in. You guys all right? Everybody okay? ഇത് കണ്ട നിങ്ങൾ പൊട്ട് കണ്ട നിങ്ങൾ ഇത് ടെഹ്റാനിലും ഇറാനിലും വീണ ബോംബും മിസൈലും ഒന്നും അല്ല കേട്ടോ. ഇത് അമേരിക്കയുടെ ഇറാഖിലുള്ള ബേസിലോട്ട് ഇന്നലെ രാത്രിയിൽ ഇറാന്റെ മിസൈൽ വീകുന്ന രംഗങ്ങളാണ്. ഇത് ക്യാപ്ചർ ചെയ്തിട്ട് പുറത്തോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ചില വീഡിയോ ക്യാപ്ചറുകളാണ്. ആ മിസൈൽ തരുന്ന സ്പീഡും അതിൻ്റെ പുറത്ത് അമേരിക്കൻ പട്ടാളക്കാരാണ് എന്താണ് ഓക്കെയാണോ, അപ്പുറത്തുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയണോ, ഇവിടെയുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയെന്നോ എന്നുള്ള സംസാരം കേൾക്കുന്നത്. അത് വീണ സ്ഥലത്ത് ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തൊട്ടപ്പുറത്താണ്, ഒരുപാട് ദൂരത്തൊന്നുമില്ല. അത്രയും സ്ട്രോങ്ങിൽ വന്നിട്ടാണ് അവിടെ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. അപ്പം അപ്പുറത്ത് കിടന്ന പട്ടാളക്കാരുടെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഒന്നും ഉണ്ടാവില്ല, ചിതറി പോയിട്ടുണ്ടാവും. ഏതാണെങ്കിലും ചിതറിയ കണക്കും ചിന്നിയ കണക്കൊന്നും ഇനി പുറത്തോട്ട് വരാൻ പോകുന്നില്ല. ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് ഇപ്പം ഔട്ടായിട്ട് വന്നിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ അവസ്ഥയിലാണ് ഇപ്പം ഇറാന്റെ മിസൈലുകൾ അമേരിക്കൻ ബേസുകളിൽ പോയി വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപ് ഇപ്പം നമ്മൾ ഇന്നലെ രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ട്രംപിന്റെ ഓഫീസിലുള്ള ആളുകൾ തന്നെ ട്രംപ് യുദ്ധം നിർത്താനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ആണ് എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ രാത്രി പത്രസമ്മേളനത്തിൽ ട്രംപ് വന്ന് പറയുകയും ചെയ്തു, ഞങ്ങൾ ഏതായാലും യുദ്ധം നിർത്താൻ പോവാണ്. ഒരു 2 ആഴ്ചന്റെ ഉള്ളിൽ ഞങ്ങൾ മൊത്തം സൈനിക വിന്യാസങ്ങളെ തിരിച്ചു വിളിക്കും, അതോടുകൂടി യുദ്ധം നിർത്തും. കാരണം അവിടെ റെജീം ചേഞ്ചായി, അവിടുത്തെ മിസൈലുകളൊക്കെ തീർന്നു, അവിടുത്തെ നേതാക്കളൊക്കെ എന്താ പറയുക മരണപ്പെട്ടു. ഇനി ഞങ്ങൾ പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ സെറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്താൻ പോകുക എന്ന് പറഞ്ഞു. ഇനി ഇത് കേട്ട് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് വിളിച്ചു എന്നും പറഞ്ഞിട്ടുള്ള വിറ്റ്കോഫ് പറയുന്നുണ്ട്. അബ്ബാസ് അറാഖ്ചി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ യുദ്ധം തുടങ്ങിയത് അവരല്ലേ, ഏതായാലും യുദ്ധം നിർത്തുന്നത് ഞങ്ങൾ തീരുമാനിക്കും. കാരണം ഇവന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഒരു രീതിയിലും. അമേരിക്ക ഇസ്രായേൽ എന്ന് പറഞ്ഞവർക്ക് ട്രസ്റ്റ് ഇല്ലാതെ, അതായത് കള്ള പരീക്ഷകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും ഇവർ പറഞ്ഞതൊന്നും വിശ്വസിക്കുന്നില്ല, യുദ്ധം ഞങ്ങൾ നിർത്താനുള്ള ഒരു പരിപാടിയില്ല എന്ന് അബ്ബാസ് അറാഖ്ചി ഇന്നലെ വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ IRGCയുടെ ഒരു പുതിയ വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് കരയുദ്ധത്തിലോട്ട് വരുന്ന അമേരിക്കൻ പട്ടാളക്കാരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, നരകത്തിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞിട്ട്. അപ്പം ആ ഒരു വീഡിയോയും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് പറഞ്ഞു പോകാം. ഏതായാലും നമുക്ക് ഇപ്പോൾ പറഞ്ഞ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസിലോട്ടൊന്ന് കയറിയിട്ട് വരാം. തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ, അതായത് മിസൈൽ താവളങ്ങൾ, തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ ഇറാഖിലുള്ള അമേരിക്കയുടെ ബേസിലോട്ടാണ് ഈ ഒരു മിസൈൽ ആക്രമണം നടന്നിട്ടുള്ളത്. മിസൈൽ താവളത്തിൽ പതിക്കുമ്പോൾ അമേരിക്കൻ സൈനികർ സുരക്ഷിത സ്ഥാനങ്ങളിലോട്ട് ഓടി മറയുന്ന രംഗങ്ങളാണ് ഇപ്പം പുറത്തോട്ട് വന്നിട്ടുള്ളത്. റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായങ്ങളെക്കുറിച്ചോ ഒന്നും കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ പുറത്തോട്ട് US സെൻട്രൽ കമാൻഡ് പുറത്തോട്ട് വിട്ടിട്ടില്ല. ആക്രമണത്തിന് ശേഷം താവളത്തിൽ ഉണ്ടായിരുന്ന സൈനികർക്ക് പരസ്പരം ഓക്കെയാണോ ക്ഷേമാന്വേഷണമൊക്കെ നടത്തുന്നത് ഈ വീഡിയോയിലെ സ്റ്റാർട്ടിങ്ങിലുള്ള വോയിസിൽ നമുക്ക് കുറച്ച് കേൾക്കാനും പറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ കാണുന്ന സമയത്ത് പല വിദഗ്ധരും പറയുന്നത് ഇറാൻ അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന പോലെ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ തീർത്തു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴും ഇറാന്റെ പർവ്വത നിരകളും മരുഭൂമികളും നിറഞ്ഞ ഒരു വല്ലാത്തൊരു പ്രകൃതിയാണ് ഇറാന്റെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ഈ മലകളുടെ അടിയിലൊക്കെ 800ഉം 1000ഉം അടി കണക്കിൽ അടിയുടെ അകത്തോട്ടാണ് അല്ലെങ്കിൽ കിലോമീറ്റർ അകത്തോട്ടാണ് ഇറാന്റെ ഓരോ മിസൈൽ സിറ്റികളും ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മിസൈലിനും ഒരു പ്രശ്നങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല, അമേരിക്ക അങ്ങോട്ട് എത്താനും സാധിക്കില്ല എന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഇപ്പം പറയുന്നത്. ആഴത്തിലുള്ള തുരങ്കങ്ങളും ഭൂഗർഭ താവളങ്ങളും ഇറാൻ തങ്ങളുടെ സൈനിക സന്നാഹങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വളരെ ഈസി ആയിട്ട് ഇറാനെ സഹായിക്കും. കഴിഞ്ഞ 30 വർഷം കൊണ്ടാണ് ഇറാൻ ഈ പറഞ്ഞ പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അമേരിക്ക എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തീർത്തു, ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറാൻ ദിവസവും വെച്ചിട്ട് അവർ ഈ പറഞ്ഞ അറിയുന്ന ഓരോ മിസൈലുകൾ പുറത്തെടുക്കും വിടും. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അമേരിക്കയിലെ പത്രസമ്മേളനത്തിൽ നമ്മുടെ ട്രംപ് അണ്ണൻ വന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ്, 2 ആഴ്ചക്കകം ഞങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് സൈന്യത്തിന് ഞങ്ങൾ തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. ഏതായാലും ജസ്റ്റ് ഒന്ന് കേട്ടുപോവാ, നല്ല രസമാണ് കേട്ടെ. I have to do is leave Iran, and we'll be doing that very soon, and they'll become tumbling down, and stock prices were up today almost to a record because they know 2 things. Number one, we have a safe country. We had to take a little detour because we had a madman named Khomeini, who sadly is no longer with us. And we had regime change already. We've knocked out one regime, then we knocked out the second regime. Now we have a group of people that are very different. They're much more reasonable, I think much less radicalized. We've had regime change. We're dealing with people that are much more rational, that people pour in and destroy our country. So I have many powers, but I would say that within 2 weeks, maybe 3. We're hitting them very hard. Last night we knocked out tremendous amounts of missile-making facilities. As you probably read or wrote, we knocked out. കാര്യം മനസ്സിലായി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഏറി വന്നാൽ 2-3 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ പിന്മാറാൻ തീരുമാനിച്ചിട്ടുണ്ട്, അമേരിക്കൻ സൈന്യത്തിനെ തിരിച്ചു വിളിക്കുകയാണ്, യുദ്ധം അവസാനിപ്പിച്ച് ഇറാനിൽ നിന്നും മടങ്ങുന്നു എന്നാണ് ട്രംപിന്റെ പ്രസ്താവന. അത് മാത്രമല്ല, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻതോതിൽ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, തന്ത്രപ്രധാനമായിട്ടുള്ള ആസ്തികളെല്ലാം ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്,
പാലങ്ങൾ പോലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇറാനിലെ കംപ്ലീറ്റ്ലി ഞങ്ങൾ തീർത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇറാൻ ഏകദേശം 15 മുതൽ 20 വർഷം വരെ വേണ്ടി വരും. അപ്പം ഇനിയിപ്പം അവർ അതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയിക്കോളും. അവരുടെ മിസൈലും കാര്യങ്ങളൊക്കെ എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇറാനെ കൊണ്ട് പൊന്തി വരാനും പറ്റില്ല. യുദ്ധക്കെടുതികളായിട്ട് അങ്ങനെ പാപ്പരായിട്ട് അല്ലെങ്കിൽ ഒന്നും അല്ലാത്ത അവസ്ഥയിൽ ഇറാൻ അങ്ങ് മാറിക്കോളും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇന്നലെ നെതന്യാഹു രണ്ടുപേരും സമാധാനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കളിക്കരുത്. പറയുമ്പോഴും ഇവൻ്റെയൊക്കെ തലേൻ്റെ മേലെ മിസൈൽ വന്ന് പൊട്ടുന്നുണ്ട് എന്നുള്ളത് ഈ വേട്ടാവണിയന്മാർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ മുമ്പിലോട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഭരണമാറ്റം ആണവ ലക്ഷ്യങ്ങളും, അതായത് ഇറാന്റെ ഇതിനകം തന്നെ ഭരണമാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള നേതൃത്വം കൂടുതൽ യുക്തിസഹമായി ചിന്തിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. ഈ കാംനെ, അതായത് ആയത്തുള്ള അലി കാംനെ കുറച്ച് സമാധാനം അല്ലെങ്കിൽ ആണവായുധങ്ങൾ വേണ്ട, നമുക്ക് മിസൈലുകൾ എത്ര ഉണ്ടാക്കേണ്ട, യുദ്ധം വേണ്ട, മാക്സിമം നല്ല രീതിക്ക് പോവാം എന്ന് വിചാരിച്ച മനുഷ്യനെ കൊന്നു കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം ബാക്കി വന്ന ആളുകൾ കണ്ണ് ചോരല്ലാത്ത ആൾക്കാരാണ്. അതായത് പൊട്ടിക്കന്നെയാണ്. ഇറാൻ എവിടൊക്കെ പൊട്ടിക്കാൻ പറ്റും. അമേരിക്കയുടെ പട്ടാളക്കാർ മരിക്കുന്ന ബേസുകൾ കംപ്ലീറ്റ് തകർന്നു പോയി. ഇസ്രായേലിന്റെ പട്ടാളക്കാർ ദിവസവും 5ഉം 10ഉം വെച്ച് മരിച്ചുകൊണ്ടേയിരിക്കുന്ന അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ മിസൈൽ പോയി വെക്കുന്നു. 4000 കിലോമീറ്റർ അപ്പുറത്ത് പോലെ മിസൈൽ പോയി വെക്കുന്നത്. അപ്പോൾ നല്ല യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണെന്ന് ഇപ്പോൾ ട്രംപിന് പൂർണ്ണ വ്യക്തത വന്നതുകൊണ്ട് ട്രംപ് എണ്ണം പറഞ്ഞു, ഇനി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ മൂട്ടിൽ വരെ അവന്മാർ ബോംബ് പൊട്ടിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം റെജീം ചേഞ്ച് ചെയ്താൽ, ഇതാണ് ഞങ്ങളുടെ റെജീം ചേഞ്ച്, ആളുകൾ ഉഷാറാണെന്നും പറഞ്ഞ് പിന്മാറുക. ഇതാണ് ഇപ്പം ട്രംപ് മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി മാത്രം ചർച്ച നടക്കുന്നുണ്ടെന്നും ഔദ്യോഗികമായി കരാറിലെത്തുന്ന സമയത്ത് ഔദ്യോഗികമായി കരാറിൽ എത്തുന്നത് സൈന്യത്തെ പിൻവലിക്കുന്നതിന് തടസ്സമല്ലെന്ന് വ്യക്തമാക്കി. അതായത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കരാറിലെത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, സൈന്യത്തിന് ഞങ്ങൾ പിൻവലിച്ചോളാം, കരാർ നമുക്ക് പിന്നെ മതി. കാരണം എന്താ, അബ്ബാസ് അറാച്ചി നേരത്തെ എന്താണെന്ന് പറഞ്ഞാൽ, അബ്ബാസ് അറാച്ചി വന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതായത് നിങ്ങളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു ഇൻവിറ്റേഷനൊക്കെ വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി. പക്ഷേ ഞങ്ങൾ പറഞ്ഞ 15 കാര്യങ്ങളുണ്ടല്ലോ, ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നോക്കിയും കണ്ടൊന്നും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ഈ അമേരിക്ക, ഇസ്രായേലികൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാർ ഏത് ഡീലുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. യുദ്ധം തന്നെ നടന്നാൽ മതി, യുദ്ധം നടന്ന് തീർത്ത് പൊളിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി, ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ, ഇതാണ് പരിപാടി. ഇതല്ലാത്ത യുദ്ധം നിർത്തൽ ഞങ്ങളില്ല എന്ന് അബ്ബാസ് അറാച്ചി ഈ ചർച്ചയുടെ കാര്യത്തിനെ പറ്റി റിപ്ലൈ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ണൻ ഇന്നലെ രാത്രി പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അതായത് കരാറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ഏതായാലും പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സൈന്യത്തിന് എന്നാണ് പറഞ്ഞത്. ഇവിടെ ആരാണ് തോൽവി? അതായത് നാശനഷ്ടങ്ങൾ എല്ലാ ഭാഗത്തുണ്ടെങ്കിലും തോൽവി ആർക്കാണെന്നുള്ളത് ഈ പ്രസ്താവനകളിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കള്ളക്കൂട്ടങ്ങളാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി ഈ നടപടികളുടെ വിജയവും അതുണ്ടാക്കിയ സുരക്ഷിതത്വ ബോധവും കാരണമാണ് ഓഹരി വിപണിയിൽ വലിയ തോതിലുള്ള വർധനവുണ്ടായതെന്ന് നമുക്ക് പറയുന്നത്. അതായത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന ഓഹരി വിപണി ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്ത സെറ്റപ്പുകൾ കൊണ്ടാണ്, ഞാൻ സുരക്ഷിത ബോധം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ എൻ്റെ വിജയം കൊണ്ടാണ് ഈ ഒരു ചേഞ്ചസ് വന്നത് എന്നുള്ള ഒരു വലിയ തള്ളും കൂടെ അണ്ണൻ തള്ളി വെച്ചിട്ടാണ് അണ്ണൻ്റെ പത്രസമ്മേളനത്തിൽ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. വല്ലാത്ത ജാതി എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ട്രംപ് തന്നെ. അപ്പം ഇതാണ് ഇന്നലെ ട്രംപ് അണ്ണൻ്റെ സൈഡിൽ നിന്ന്, അല്ലെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവന. ഇതിനുള്ള റിപ്ലൈ ആണ് അബ്ബാസ് അറാച്ചി ഈ പറഞ്ഞത് കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇതേ സമയത്ത് തന്നെ ഇന്നലെ ഇറാൻ്റെ IRGC ഒരു വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കരയുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, കമോൺ, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ കമാൻഡോസിൻ്റെ എന്താ പറയുക ശക്തി നിങ്ങളൊന്ന് കാണുക, നിങ്ങൾ ഈ നരകത്തിലോട്ട് വാ, തിരിച്ച് നിങ്ങൾക്ക് പെട്ടിയിലായിട്ട് തിരിച്ചു പോകാം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്നലെ ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു വീഡിയോ ആണത്. ഇറാൻ പറഞ്ഞത്, ഇറാൻ്റെ വരേണ്യ കമാൻഡുകളും മിസൈലുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ അടുത്തേക്ക് വരും, ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്ന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഇറാന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. നരകത്തിലേക്ക് സ്വാഗതം. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർ ശവപ്പെട്ടിയിലെ തിരിച്ചു പോകൂ എന്ന കടുത്ത മുന്നറിയിപ്പും കൂടെ ഇറാൻ നൽകിയിട്ടുണ്ട്. പ്രാദേശികമായിട്ടുള്ള പിന്തുണ, ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ യമനിലെ ഹൂത്തികൾ വന്നിട്ട് ചെങ്കടൽ അടിച്ച് പൊളിച്ചോളൂ. അതല്ലാണ്ട് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ സൈന്യത്തെ ലബനോനിൽ വെച്ചിട്ട് ഡെയിലി വകവരുത്തി അല്ലെങ്കിൽ പെട്ടിയിലാക്കി തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ചെച്ചൻ റിപ്പബ്ലിക് പോലത്തെ ആളുകളും കൂടെ ഈ കരയുദ്ധത്തിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതോടുകൂടി അമേരിക്കയ്ക്ക് നമ്മൾ കുരിശ് വെച്ച് അയക്കേണ്ടി വരും, ഇസ്രായേലിനെ വേറെ വല്ലതൊക്കെ വെച്ചിട്ട് നമ്മൾ തിരിച്ചയക്കേണ്ടി വരും. ഈ ആക്രമണ ലക്ഷ്യങ്ങളെ പറ്റി കാണിച്ചുകൊണ്ടാണ് ഇറാൻ ഈ ഒരു വീഡിയോ ഇപ്പം പങ്കുവെച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം വന്നിട്ടുള്ള പ്രധാന കുറച്ച് കാര്യങ്ങൾ. പിന്നെ ടെല്ലവീവിൽ ആസ് യൂഷ്വൽ ജെറുസലേമിലും മിസൈലുകൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്, വലിയ വലിയ ബിൽഡിങ്ങുകൾ തകരുന്നുണ്ട്, ഒരുപാട് പേർക്ക് പരിക്കും കാര്യങ്ങളും പറ്റുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പോഴും ബങ്കറിൽ കുടുങ്ങിയിട്ടും ശ്വാസം മുട്ടിയിട്ടും മുട്ടിയിട്ടും ഒക്കെ മരിക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തോട്ട് ഒരുപാട് വരുന്നില്ല, പക്ഷെ ഒരുപാട് ഇപ്പം പുതിയ മാധ്യമങ്ങൾ, പുതിയ സോഷ്യൽ മീഡിയ ത്രൂ ആളുകളൊക്കെ പുറത്തോട്ട് വിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്.
ഇതാണ് ഇപ്പം യുദ്ധത്തിൻ്റെ കാര്യങ്ങളായിട്ട് നടക്കുന്നത്. ഗൾഫിലേക്ക് ഇപ്പോഴും അല്ലെങ്കിൽ കുവൈറ്റിലോട്ടും എന്താ പറയുക അബുദാബിയിലോട്ടും ഖത്തറിലോട്ടൊക്കെ ഇപ്പോഴും പുതിയ മിസൈൽ ഇങ്ങനെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഖത്തർ എനർജിയിൽ മിസൈൽ പറ്റിയതായി നമ്മൾ കണ്ടു. അവിടെ ആരും മരണപ്പെട്ടിട്ടില്ല എന്ന് ഖത്തർ എനർജി ഇപ്പം അവരൊരു പ്രസ് റിലീസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. യുദ്ധത്തിൽ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വന്നിട്ടില്ല. അമേരിക്കയുടെ അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാൾ ഭയാനകമായിട്ട് അമേരിക്കയുടെ ബേസുകളിലും അമേരിക്കൻ പട്ടാളക്കാരുടെ ഇടയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മരണങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 200-ലധികം എങ്കിലും അമേരിക്കൻ പട്ടാളക്കാർ ഇതിനകം മരിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഇനി പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും ഇപ്പോൾ പുതിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയപ്പോൾ ചില ആളുകൾ പറഞ്ഞ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടെന്ന് ശരിയാക്കുന്നുണ്ട്. മറ്റ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളോ അല്ലെങ്കിലൊക്കെ ചെയ്യണമെങ്കിൽ പറയണം. അതുപോലെ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്. ഞാൻ ഈ കമന്റിന് ഒരുപാടൊന്നും റിപ്ലൈ അങ്ങനെ കൊടുക്കാറില്ല, കാരണം അത്രയും കമന്റുകൾ വരുന്നുണ്ട്. ഒക്കെ വായിക്കാറുണ്ട്, എല്ലാം വായിക്കാറുണ്ട്. പിന്നെ ചില സംഖ്യകൾ ഈ കൊണച്ചുകൊണ്ട് കമന്റ് ഇടുമ്പോൾ അവന്മാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മളെ വീഡിയോ മനസ്സിലാക്കി കാര്യങ്ങൾ പറയുന്നവരുടെ വീഡിയോ കമന്റ് ഞാൻ വായിക്കാറുണ്ട്. ഇനി ഞാൻ വായിക്കുന്നില്ല എന്ന് വിചാരിച്ചാലും കമന്റ് ഇടാതിരിക്കേണ്ട, അതൊക്കെ നോക്കിയിട്ട് തന്നെ പോകുന്നത്. ഇനി വേറെ വല്ല അപ്ഡേറ്റും വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ എപ്പോഴും കൂടെ വേണം. ശരി.